കുറ്റിപ്പുറത്ത് ദേശീയപാതയിലുണ്ടായ സ്വകാര്യ ബസ് അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം വലിയ ഞെട്ടലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമിത വേഗതയും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് ഇത്തരം ദാരുണമായ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന ആക്ഷേപം ശക്തമാകുന്നു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചാണ് കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് അപകടത്തിൽപ്പെട്ടത്. കുറ്റിപ്പുറം ദേശീയപാതയിലെ അപകട സാധ്യത വീണ്ടും ചർച്ചയാക്കി സ്വകാര്യ ബസ് തലക്കീഴായി മറിഞ്ഞ അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ ചെറുകുളത്തൂർപ്പാറ സ്വദേശി മാവന്നൂർ പടിക്കൽ വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില ഗുരുതരമാണ്. ആകെ 26 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇറക്കമുള്ള ഭാഗത്ത് അമിത വേഗതയിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച ശേഷം തലക്കീഴായി മറിയുകയായിരുന്നു. മഴയെ തുടർന്ന് റോഡ് നനഞ്ഞു കിടന്നതും അപകടത്തിന് കാരണമായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വൈഷ്ണവാണ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചത്. സഹോദരൻ വൈശാഖിന് പരിക്കേറ്റിട്ടുണ്ട്. തൃശൂരിലേക്ക് ജോലിക്കായി പോകുന്നതിനിടെയായിരുന്നു അപകടത്തിന് പിന്നാലെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ബസിന്റെ പിൻഭാഗം പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും രക്ഷപ്പെട്ട യാത്രക്കാരും പറയുന്നു. ഇവിടെ സ്ഥിരമായിട്ടൊരു അപകട മേഖലയായി മാറിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ റോഡ് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഇറക്ക പ്രദേശമാണ്. ഈ ഇറക്കത്തിലൂടെ വരുന്ന റോഡ് പെട്ടെന്ന് കുറ്റിപ്പുറത്തെ പഴയ ഹൈവേ മേൽപ്പാലത്തിലേക്ക് കടക്കുമ്പോൾ 2 ലൈനായി മാറുകയാണ്. മുകളിലൊക്കെ 4ഉം 5ഉം ലൈനായിട്ട് സർവീസ് റോഡ് വരുമ്പോൾ പെട്ടെന്നുള്ള ഈ 2 ലൈൻ ഈ റോഡിലൂടെ യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള എൻട്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വരുന്ന ഓവർ സ്പീഡിൽ അല്ലെങ്കിൽ വേഗതയിൽ വരുന്ന വാഹനത്തിന് പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ട സാഹചര്യം വരുന്നു. ആ വാഹനം തലകീഴായി മറിയുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പല തവണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള സംഭവം അതാണ്. തീർച്ചയായിട്ടും ഇതിലെ വാഹനത്തിലുള്ള ഒരാളുമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത് വാഹനം അത്യാവശ്യം നല്ല സ്പീഡിലാണ്. പിന്നെ ഒരു ചാറ്റിൽ മഴയും ഉണ്ടായിരുന്നു. അതും ഒരു അപകട കാരണമായിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം അപകട മേഖലയായ കുറ്റിപ്പുറം ദേശീയപാതയിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണവും സുരക്ഷാ വീഴ്ചകളും വീണ്ടും ചർച്ചയാകുകയാണ്. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മേഖലയാണിതെന്ന് VS ജോയ് MLA പറഞ്ഞു. റോഡിന്റെ രൂപകൽപ്പനയും സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം വിഷയം ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അടിയന്തര അന്വേഷണം നടത്തുമെന്നും അറിയിച്ചു. അമിത വേഗത്തിനൊപ്പം റോഡിന്റെ ഘടനയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷണം നടത്തുകയാണ്. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബേയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 0% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Bayman, making it easy. Valanjeri, phone 9526 001 003.